നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നമ്മുടെ ഗോഡ് ഓഫ് ക്രിക്കറ്റ്, നമ്മുടെ മാസ്റ്റർ ദി ബ്ലാസ്റ്റർ സച്ചിൻ തെണ്ടുൽക്കർ സാറിന് ഒരു എൽബോ ഇഞ്ചുറി ഉണ്ടായിരുന്നു. 1 ഇയറോളം ആ ഒരു ഇഞ്ചുറി കാരണം അദ്ദേഹം സഫർ ചെയ്തിട്ടുണ്ട്. ഒരു സമയത്ത് തന്റെ ക്രിക്കറ്റ് കരിയറിന്റെ അവസാനം വരെ ആകുമെന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു. പ്രോപ്പർ ട്രീറ്റ്മെന്റും പ്രോപ്പർ റീഹാബിലിറ്റേഷനും പ്രോപ്പർ മെഡിക്കേഷനും കൊണ്ട് അദ്ദേഹം തന്റെ കരിയറിൽ ഒരു ക്രിക്കറ്ററും അച്ചീവ് ചെയ്യാത്ത 100 ഇന്റർനാഷണൽ സെഞ്ചുറി എന്നൊരു അച്ചീവ്മെന്റിലേക്ക് എത്തി. ആ ഒരു ഇഞ്ചുറിക്ക് പറയുന്ന പേരാണ് ടെന്നീസ് എൽബോ അല്ലെങ്കിൽ ലാറ്ററൽ എപ്പികോണ്ടൈലൈറ്റിസ്. ടെന്നീസ് എൽബോ എന്ന് ഇതിനെ വിളിക്കാൻ കാരണം റെപ്പറ്റേറ്റീവ് ബാക്ക് സ്ട്രോക്ക് കാരണം ടെന്നീസ് കളിക്കുന്നവർക്കാണ് ഈ ഒരു ഇഞ്ചുറി കൂടുതലും കണ്ടുവരുന്നത്. ടെന്നീസ് കളിക്കുന്നവർക്ക് മാത്രമല്ല, ഈവൻ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നവർക്കും ക്രിക്കറ്റ് കളിക്കുന്നവർക്കും ബാഡ്മിന്റൺ കളിക്കുന്നവർക്കും ഈ ഒരു ഇഞ്ചുറി കൂടുതലും കാണാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ലിഫ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രിപ്പ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഹാൻഡ് ഷേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഔട്ടർ എൽബോയുടെ പാർട്ടിലായിട്ട് ഒരു നല്ലൊരു പെയിൻ വരിക, അല്ലെങ്കിൽ നമുക്കൊരു ഗ്രിപ്പ് കുറവായിട്ട് തോന്നുക. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്കിത് ടെന്നീസ് എൽബോ ആണോ ഇല്ലയോ എന്നുള്ളത്? ഒന്ന്, നമ്മൾ ഈ ഒരു റിസ്റ്റ് ഇങ്ങനെ മേലേക്ക് പൊക്കാൻ നോക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു പ്രഷർ താഴേക്ക് കൊടുക്കണം. പൊക്കാൻ നോക്കുക, താഴേക്ക് ഒരു പ്രഷർ കൊടുക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പെയിൻ ഉണ്ടാവും. പിന്നീട് ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മിഡിൽ ഫിംഗർ മേലേക്ക് പൊക്കാൻ നോക്കുക. മേലേക്ക് പൊക്കാൻ നോക്കുമ്പോഴത്തേക്കും ഈ എൽബോയുടെ ഭാഗത്തായിട്ട് നമുക്കൊരു പെയിൻ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് ഒന്ന് നമ്മൾ ഫ്ലെക്സ് ചെയ്യുക, താഴത്തേക്ക് കൈ എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ലാറ്ററൽ എപ്പികോണ്ടൈലിന്റെ ഭാഗത്തായിട്ട് പെയിൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇത് ടെന്നീസ് എൽബോ ആണ്. യൂഷ്വലി പല ആൾക്കാരും ഈ ഒരു പെയിൻ അത്ര കാര്യമാക്കാറില്ല. അത് വെച്ച് തന്നെ കളിക്കുകയും പിന്നീട് ആ ഒരു ഇഞ്ചുറി കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഈ ഒരു പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഓർത്തോ ഡോക്ടറെ കാണുക. വേണ്ട ട്രീറ്റ്മെന്റും പ്രോപ്പർ റെസ്റ്റും എടുക്കുക. നമ്മൾ പല ആൾക്കാരും യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഒരു കൗണ്ടർ ബ്രേസ്, ഒരു ടെന്നീസ് എൽബോ ബ്രേസ് യൂസ് ചെയ്യുന്നത്. ബ്രേസ് യൂസ് ചെയ്യുന്ന വഴി കൂടുതൽ ഫോഴ്സ് നമ്മുടെ ഈ ഒരു എക്സ്റ്റൻസർ ടെൻഡോണിലേക്ക് പോകുന്നത് തടയാനും അതുവഴി ആ ഒരു പെയിൻ കുറയ്ക്കാനും സഹായിക്കും.